നമസ്കാരം. ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള മസിൽ പെയിൻ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു നോക്കി, മസാജ് ചെയ്തു നോക്കി, എക്സസൈസ് ചെയ്തു നോക്കി, ഫിസിയോതെറാപ്പിയുടെ ചില ടെക്നിക്കുകളൊക്കെ ചെയ്തു നോക്കി. എന്ത് ചെയ്തിട്ടും വേദന പൂർണ്ണമായിട്ട് മാറുന്നില്ല. പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു, ആയുർവേദവും ട്രൈ ചെയ്തു. ഇങ്ങനെയൊക്കെ വന്നിട്ടും വീണ്ടും വീണ്ടും മാറാതെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മസിൽ പെയിൻ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ പെയിൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചാണ്. ഈ മെത്തേഡിൻ്റെ പേര് ഇൻസ്ട്രുമെൻറ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്നാണ്. IASTM എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്ട്രുമെൻറ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ. എന്താണ് ഇൻസ്ട്രുമെൻറ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് വിവിധ തരത്തിലുള്ള ഇതുപോലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച്, അതായത് അതിൻ്റെ അരികെല്ലാം നല്ല പോളിഷ്ഡ് ആയിട്ടും റൗണ്ടഡ് ആയിട്ടുമുള്ള വിവിധ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ അല്ലെങ്കിൽ ഷേപ്പിനനുസരിച്ച് പല കോണ്ടോറിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ മസിൽസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഇൻസ്ട്രുമെൻറ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ. പലപ്പോഴും മസിൽ പെയിൻ വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പല ഇഞ്ചുറിയുടെയും സെക്കൻഡറി എഫക്റ്റും ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെയിൻ കൊണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 മുതൽ 10 മണിക്കൂർ പലപ്പോഴും പ്രോജക്റ്റുകളുടെ തിരക്ക് കൂടുന്ന സമയത്ത് അതിലും കൂടുതൽ സമയത്തൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുന്നവരായിരിക്കും. അവരുടെ എല്ലാം ജനറലി അപ്പർ ബാക്ക് മസിൽസ്, ഈ നെക്ക് മസിൽസ്, ട്രപ്പീസിയസ്, ഇവിടെ നെക്കിന് സൈഡിലുള്ള വശത്തുള്ള മസിൽസ്, ലോ ബാക്ക് മസിൽസ്, ഇവയൊക്കെയും സ്പൈനൽ, പാരാസ്പൈനൽ എന്ന് പറയും, നമ്മുടെ സ്പൈനിന് പുറകിലുള്ള നമ്മുടെ എറക്റ്റായിട്ട് ഇരുത്തുന്ന മസിൽസ്, ഇവയൊക്കെയും പലപ്പോഴും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിരിക്കുന്നുണ്ടാവാം. കാരണം അവർ ഒരേ പൊസിഷനിൽ നമ്മൾ ആ വർക്കിലേക്ക് ഇൻഡൽജ് ചെയ്തിരിക്കുന്ന സമയത്ത് പലപ്പോഴും മറ്റ് പലതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ ആ മസിൽസിനൊക്കെയും പിന്നീട് വളരെയധികം ടൈറ്റ്നെസ് ആയിട്ട് വരുന്നത് കാണാം. ഈ ടൈറ്റ്നെസ് പലപ്പോഴും നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ മസിലിനെ ലോഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതലായി മാറുകയും പിന്നീട് അത് സ്റ്റിഫ്നെസ്സിലേക്ക് പോവുകയും ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ഈ ടൈറ്റ്നസ് വരുന്നതെന്ന് സിമ്പിൾ വേർഡ്സിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മുടെ മസിൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇതുപോലുള്ള ഒരു ഇന്റർകലക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ്. അപ്പം ഇതിനകത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു മസിൽ സ്ട്രെച്ച് ആകുമ്പോൾ ഇത് എലോങ്ങേറ്റ് ആവുകയും മസിൽ കൺട്രാക്റ്റ് ആകുമ്പം ഈ ഫൈബേഴ്സ് തമ്മിൽ ക്രോസ് ലിങ്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് എപ്പോഴും മസിൽ സ്ട്രെച്ചും കൺട്രാക്റ്റും ചെയ്ത് നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സിനെയും പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഒരാൾ വളരെ കൂടുതൽ നേരം അല്ലെങ്കിൽ വളരെ റെപ്പിറ്റേഷനായിട്ട് ഒരു മസിലിനെ കൂടുതൽ നേരം കൺട്രാക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മസിലിന് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടാതെ വരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മസിൽ ഫൈബേഴ്സിന് ഇടയിലുള്ള ഈ ഗ്യാപ്പുകളിൽ ഫൈബറസ് ഡെപ്പോസിഷൻസ് വന്നിട്ട് ഇത് ലോക്കായി പോകുന്നു. അങ്ങനെ വരുമ്പം അഡ്ഹഷൻസ് ഫോം ചെയ്യുകയും ആ അഡ്ഹഷൻസ് പലപ്പോഴും ഈ മസിലിനെ ഫുള്ളായിട്ട് എലോങ്ങേറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ മസിൽസിന് പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്യാൻ കഴിയാതെ അതൊരു സെമി കൺട്രാക്റ്റഡ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഓവർ കൺട്രാക്റ്റഡ് സ്റ്റേജിലേക്ക് പ്രൊലോങ്ഡ് പീരീഡിൽ ആകും. ഇതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് ആയ ലാക്റ്റിക് ആസിഡ് അതുപോലുള്ള മറ്റ് മെറ്റബോളിക് പ്രോഡക്ട്സ് എല്ലാം ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് നിമിത്തം പലപ്പോഴും ഈ മസിലിൻ്റെ നോർമൽ ഫങ്ഷണാലിറ്റി നഷ്ടപ്പെടുകയും സ്ട്രെച്ചബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന മെയിനായിട്ടുള്ള റീസൺ. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പിന്നീട് നമ്മൾ ഈ മസിൽ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന മസിൽ നോട്ട്സ് വലിയുകയും ഇത് നമ്മുടെ നെർവ് എൻഡിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പെയിനാണ് പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ക്രോണിക് പെയിനായിട്ട്, നമുക്ക് ക്രോണിക് മസിൽ പെയിനായിട്ട് പല ഭാഗത്തും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. ഇനി മസിൽ പെയിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ മസിൽസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഉള്ളപ്പോഴാണ്. കാരണം മസിൽ കൺട്രാക്റ്റ് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്ന സമയത്ത് ആ മസിലിലേക്ക് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുകയും അതിൽ നിന്ന് കൂടുതൽ ബ്ലഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ക്രോണിക്കായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ പലപ്പോഴും ഈ മൂവ്മെൻറ്റ്സ് ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവരെപ്പോഴും വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം സ്വന്തം ശരീരത്തെ ചില സമയത്തേക്ക് മറന്നുപോവുകയും അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സമയം കിട്ടാതെ പലപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ പലപ്പോഴും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ IT പീപ്പിൾ അല്ലെങ്കിൽ ലോങ് ടൈം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, ഒരുപാട് നേരം മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങനെ
ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള മസിൽ പെയിൻ ആയിട്ട് വരാം. ഇത് കൂടാതെ തന്നെ പലപ്പോഴും പ്രീവിയസ് മസിൽ ഇഞ്ചുറി വന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഒരു ജോയിൻറ്റിന് ഇഷ്യൂ വരുമ്പം അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പിൽ ഒക്കെയും പലപ്പോഴും ഇതുപോലുള്ള പെയിൻ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ലോ ബാക്ക് പെയിൻ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇൻറ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരാൾ, പലപ്പോഴും അവരുടെ ബാക്ക് മസിൽസ് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗ്ലൂട്ടിയസ് മസിൽസും ക്വാഡ്രേറ്റസ് ലംബോറും എന്ന് പറഞ്ഞ് ബാക്കിലിരിക്കുന്ന മസിൽസും മറ്റ് പാരാസ്പൈനൽ മസിൽസ് ഇങ്ങനെയുള്ളതൊക്കെ, ഹാംസ്ട്രിങ് മസിൽസ്, കാഫ് മസിൽസ്, അതായത് ആ ഏരിയയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നെർവ് സപ്ലൈ ചെയ്യുന്ന എല്ലാ മസിൽ ഗ്രൂപ്പിനും ചെക്ക് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി അതിൽ ഒരു ഹാഫ് ഓഫ് ദ മസിൽസിലും കൂടുതലായിട്ട് സ്പാസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സെമി കൺട്രാക്റ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും. ഈ സ്പാസമാണ് പലപ്പോഴും ഈ മസിൽ പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ലോങ് ടൈം ആയിട്ട് മാറി നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇനി എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്ന ഈ ടെക്നിക്ക് മസിൽ പെയിൻ കുറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്കിൽഡ് ആൻഡ് സർട്ടിഫൈഡ് പ്രൊഫഷണൽസിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഇൻസ്ട്രുമെന്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്ന മാനുവൽ തെറാപ്പി ടെക്നിക്ക്. ഇതിൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തു തരാം. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു മസിൽ ഗ്രൂപ്പിന് പെയിൻ ഉണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസിൽ ഗ്രൂപ്പിന് മുകളിലൂടെ നമ്മൾ ആ ടൂൾസ് സ്കാൻ ചെയ്യുന്ന സമയത്തിന് പേഷ്യൻറ്റിൻ്റെ പുറത്തുള്ള, അല്ലെങ്കിൽ ആ മസിലിന് പുറത്തുള്ള അഡ്ഹഷൻസ്, അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ അഥവാ ഫൈബ്രോസിസ്, അതും അല്ലെങ്കിൽ മയോഫേഷ്യൽ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ് മസിൽസിലുണ്ടാകുന്ന നോട്ടുകളെയും അതിനെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യൽ ഉണ്ടാകുന്ന ടൈറ്റ്നെസ്സിനെയും വളരെ വേഗത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്പോട്ട് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്ത് മസിൽ സ്ക്രേപ്പിംഗ് പോലുള്ള സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അഡ്ഹഷൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയും, ഞാൻ നേരത്തെ പറഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫൈബ്രോസിസ് ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ബ്രേക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ മസിലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയെ റീഗെയിൻ ചെയ്യാനും കഴിയുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്ത് ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ കാലങ്ങളായിട്ടുണ്ടാകുന്ന മസിൽ പെയിൻ ഒരു 60-70% വരെ തന്നെ നമുക്ക് കുറയുന്നതായിട്ട് കാണുവാൻ കഴിയും. പലപ്പോഴും പേഷ്യൻറ്റിൻ്റെ മസിലിന് ഉണ്ടായിരിക്കുന്ന ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ച് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സിറ്റിങ്സിൻ്റെ അളവ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും ഈവൻ വളരെ കൂടുതലായിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു 4 മുതൽ 5 സെഷൻ ഓഫ് ISM നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് പൊതുവെ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസത്തെ ഗ്യാപ്പിലായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഒരു ട്രീറ്റ്മെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ അതിനൊരു ഹീലിംഗ് പീരീഡ് ആയിട്ട് ഒരു 3 to 4 ഡേയ്സ് നമ്മൾ കൊടുക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മസിലിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഹീലിങ്ങിനെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വളരെ വേഗത്തിൽ സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും റീചെക്ക് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കേസസിലും എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% ആ മസിൽ പ്രോബ്ലം അപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ടാകും. ഇനിയും അതിൽ കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും മസിൽ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ നമ്മൾ സ്ട്രെച്ചിങ്സും എക്സസൈസും മാത്രം മതിയാവും. ചില കേസുകളിൽ നമ്മൾ ISTത്തിൻ്റെ റെപ്പിറ്റേഷൻസ് ആ ഡോസേജ് അനുസരിച്ച് 2-3 പ്രാവശ്യം പേഷ്യൻറ്റിനോട് ചെയ്യാൻ പറയാറുണ്ട്. ISTം ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്ഹഷൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയും ആ ഫൈബ്രോസിസ് എല്ലാം പെട്ടെന്ന് തന്നെ മാറുകയും പെട്ടെന്ന് തന്നെ മസിൽ ഫങ്ഷനാലിറ്റി നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് ലിമിറ്റേഷൻ നമുക്ക് വിട്ടുപോവുകയും നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കിട്ടുകയും ചെയ്യും. ഫ്രീ ആയിട്ടും പെയിൻ ഇല്ലാതെയും പെയിൻലെസ് ആയിട്ട് പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് ചെയ്യാം. ആ മസിലിന് ഹീലാകുന്നത്, കാരണം നമ്മൾ ഒരു പുറമേയുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അല്ല ചെയ്യുന്നത്, ആ മസിലിൻ്റെ റൂട്ട് കോസിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, പെയിൻ്റെ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംറ്റമാറ്റിക് റിലീഫ് അല്ല, സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം റിസൾട്ട് ആണ് നമുക്ക് പലപ്പോഴും ISTം ട്രീറ്റ്മെന്റ് വഴി നമുക്ക് കിട്ടുന്നത്. അടുത്ത ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും മരുന്നിനോടുള്ള ഡിപ്പെൻഡൻസി, കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അതല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് നമ്മൾ ലോങ് ടേം പലപ്പോഴും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ദോഷമുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മരുന്നിനുള്ള ഡിപ്പെൻഡൻസി അത്രത്തോളം നമുക്ക് കുറയ്ക്കുവാൻ കഴിയും. ആദ്യത്തെ ദിവസങ്ങളുള്ള ഒരു കൂടിയ പെയിനുള്ള ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ നമുക്ക് മരുന്നിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അതിനുശേഷം പലപ്പോഴും നമുക്ക് മരുന്ന് വേണ്ടി വരാറില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെയുള്ള ഒരു റിക്കവറി ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് മസിൽ പെയിനിന് കിട്ടുന്നതാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസിന് നമുക്ക് ഇൻസ്ട്രുമെന്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്ന മാനുവൽ തെറാപ്പി ടെക്നിക്ക് ഉപയോഗിക്കാം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് ടെന്നീസ് എൽബോ, കാർപ്പൽ ടണൽ സിൻഡ്രോം, ലോ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ഈ
IT-കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ നേരം സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന നെക്കിൻ്റെ വശങ്ങളിൽ ഉണ്ടാകുന്ന മസിൽ പെയിൻസ്, അപ്പർ ബാക്ക് പെയിൻ, ഫോറാമിൽ ഈ ഭാഗത്തുണ്ടാകുന്ന മസിൽ പെയിൻസ്, ഇങ്ങനെയുള്ള എനി ടൈപ്പ് ഓഫ് മസിൽ പെയിൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഒക്കെയും അതിൻ്റെ മസിലിൻ്റെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ മസിലിൻ്റെ പാത്തോളജീസ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഫലപ്രദമാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ചെയ്ത പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വർഷങ്ങളായിട്ട് പെയിനുള്ള ആൾക്കാർക്ക് പോലും പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയുവാൻ കഴിയും, ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് ടൂളാണ് ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കും കാലങ്ങളായിട്ട് മസിൽ പെയിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. ഒരു നോൺ ഇൻവാസീവ് ടെക്നിക്കാണ്, അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തുകൂടെ മാത്രം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് 100% ഫലപ്രദവും 100% നമുക്ക് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും വരുത്താത്തതുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് പൊതുവേ ചെറുതായിട്ട് ഒരു ചെറിയ റെഡ്നെസ് 1-2 ദിവസം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. പക്ഷെ അത് ഒരു ഹീലിംഗ് ആവുന്നതിനനുസരിച്ച് 2-3 ദിവസത്തിനകത്ത് തന്നെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ നേച്ചർ അനുസരിച്ച് 2-3 ഡേയ്സിനകത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ. ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റഡ് സോഫ്റ്റ് ടിഷ്യൂ മൊബിലൈസേഷൻ്റെ കൂടെ മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ടോ എന്ന് പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഒരു വാമപ്പ് സെഷൻ ചെറുതായിട്ട് ആ മസിലിൻ്റെ ഒരു ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു സ്ട്രെച്ചിങ് സെഷനും അതിനുശേഷം പെയിൻ കുറയുന്നതിനനുസരിച്ച് പേഷ്യൻറ്റിന് ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് പാറ്റേൺസും സ്റ്റാർട്ട് ചെയ്യും. കാരണം ആ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങുമാണ് ഈ മസിലിനെ വീണ്ടും പഴയ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പഴയ ഫങ്ഷനാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ തന്നെ ഐസ്റ്റം ചെയ്യുന്ന ദിവസങ്ങളിൽ പേഷ്യൻസിന് പെയിൻ മാനേജ് ചെയ്യാനായിട്ട് പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്കുകളായ ലേസർ തെറാപ്പി, അൾട്രാസൗണ്ട് തെറാപ്പി, IR ഇൻഫ്രാറെഡ് തെറാപ്പി, പേഷ്യൻസിൻ്റെ നീഡ് അനുസരിച്ച് ചില ആൾക്കാർക്ക് കോൾ തെറാപ്പി ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ക്രയോതെറാപ്പിയും മറ്റ് പേഷ്യൻസിന് മോയിസ്റ്റ് ഹീറ്റ് തെറാപ്പിയും ഇതിനോട് കൂടെ അസോസിയേറ്റഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്കുകളായ ടെൻസ്, IFT, ഷോർട്ട് വേവ് എന്നിവയെല്ലാം നീഡ് അനുസരിച്ച് പേഷ്യൻ്റ് കണ്ടീഷൻ അനുസരിച്ചും കസ്റ്റമൈസ്ഡ് ആയിട്ട് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ടോട്ടലായിട്ടുള്ള റിക്കവറിയിലേക്ക് പേഷ്യൻറ്റിനെ നയിക്കാനായിട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറലി ഒരു നല്ല മസിൽ പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു 3 to 4 ISM സെഷൻ പ്ലസ് ഈ പറഞ്ഞ ഇലക്ട്രോതെറാപ്പി, സ്ട്രെച്ചിങ്സ് ആൻഡ് എക്സസൈസ് സ്ട്രെങ്തനിങ് എക്സസൈസും മോണിറ്റേർഡ് ആയിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലൂടെ വളരെ ചെറിയ സിറ്റിങ്ങുകളിലൂടെ തന്നെ പേഷ്യൻറ്റിന് നല്ല റിലീഫ് കിട്ടുകയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലീഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പേഷ്യൻസിന് ഹോം എക്സസൈസ് പ്രോഗ്രാംസും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കോ ഇതുപോലുള്ള കംപ്ലയിൻസ്, മസിൽ പെയിൻ കാലങ്ങളായിട്ടുണ്ട്, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസും പേഷ്യൻ്റ് ടെസ്റ്റിമോണിയൽസും ഒക്കെയും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. Happy healing. Thank you.